രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു ദില്ലി പോലീസ്. CJP പ്രതിഷേധത്തിനിടെയുണ്ടായ പെല്ലറ്റ് ആക്രമണത്തിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. വിദ്യാർത്ഥി സാഹിൽ ലോച്ചാബിന്റെ പരാതിയിൽ FIR ഇട്ടു. വിദ്യാർത്ഥിക്കൊപ്പമുള്ള രാഹുൽ ഗാന്ധിയുടെ 5 മണിക്കൂർ നീണ്ട സമരത്തിനൊടുവിലാണ് തീരുമാനം. ഇപ്പോൾ രാഹുൽ ഗാന്ധി സമരം അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അല്ലെ നോബൽ ബാരിക്കാരൻ. ആ സമരം അങ്ങനെ ഫലം കാണുകയാണ്. വിദ്യാർത്ഥിക്കൊപ്പം നിന്നുകൊണ്ട്, വിദ്യാർത്ഥിക്കും മാതാവിനും ഒപ്പം നിന്നുകൊണ്ട് കേസെടുക്കും വരെ അവിടെ സമരം തുടരുകയായിരുന്നു നോബൽ ബാരിക്കാരൻ. തീർച്ചയായും കോൺഗ്രസ് സംബന്ധിച്ച് ഒരു വലിയ സമര വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഈ പാർലമെന്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ പ്രതിഷേധമായിരുന്നു കോൺഗ്രസ് നടത്തിയത്. ഈ പറഞ്ഞ വിദ്യാർത്ഥിക്കെതിരായ പെല്ലറ്റ് ആക്രമണത്തിൽ FIR രജിസ്റ്റർ ചെയ്യണം എന്നായിരുന്നു ആവശ്യം. 2 പരാതികൾ നൽകിയിട്ടും പോലീസ് ഇതിൽ FIR രജിസ്റ്റർ ചെയ്യാതെ വന്നതോടെയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് എത്തിയത്. ഏറെക്കുറെ 5 മണിക്കൂർ ഈ പ്രതിഷേധം നീണ്ടതിന് പിന്നാലെ ഇപ്പോൾ ഒടുവിൽ മറ്റ് ഗത്യന്തരം ഇല്ലാതെ ദില്ലി പോലീസ് ഇതിൽ കേസെടുത്തിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി, സൽമാൻ ഖുർഷിദ് അടക്കമുള്ള നേതാക്കളും ഈ പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി കൂടി ഇത് കൃത്യമായി തന്നെ അവസാന ഘട്ടത്തിൽ ചർച്ചകളിൽ പങ്കെടുത്തു. ആ ചർച്ചയ്ക്ക് ഒടുവിലാണ് ഇപ്പോൾ എന്താണെങ്കിലും FIR രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ദില്ലി പോലീസ് എത്തിയിരിക്കുന്നത്. കണ്ടാൽ തിരിച്ചറിയാത്ത ആൾക്കെതിരെയാണ് ഇപ്പോൾ FIR എന്താണെങ്കിലും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സാഹിൽ ലോച്ചാബിന്റെ പരാതിയിൽ ഒടുവിൽ ദില്ലി പോലീസ് വഴങ്ങിയിരിക്കുന്നു, FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അല്പസമയത്തിനകം രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് സംബന്ധിച്ച് ഒരു വലിയ രാഷ്ട്രീയ നേട്ടം കൂടി, രാഷ്ട്രീയ വിജയം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ടതാണ്. നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലൊക്കെ ശക്തമായ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുകയും അത് വലിയ രാഷ്ട്രീയ മൈലേജ് കോൺഗ്രസ് ഉണ്ടായി കൊടുക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ച്, അതിന് പിന്നാലെ നടന്ന ഗാന്ധി വെടിയേറ്റ് വീണ ബിർള മന്ദിറിലേക്ക് നടത്തിയ മാർച്ചൊക്കെ വലിയ തരത്തിൽ ശ്രദ്ധ നേടിയതാണ്. അതിനൊടുവിലാണ് ഇന്നിപ്പോൾ വലിയ അപ്രതീക്ഷിത നീക്കം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഉണ്ടായത്. രാഹുൽ ഗാന്ധിയും ഈ പറഞ്ഞ വിദ്യാർത്ഥിയും കൂടി ഇങ്ങോട്ട് കടന്നു വരികയും പിന്നീട് ഇവിടെ കുത്തിയിരുന്ന് വലിയ പ്രതിഷേധങ്ങൾ നടത്തുകയും പിന്നീട് പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള പ്രധാന നേതാക്കൾ ഇങ്ങോട്ട് എത്തുകയും പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ സംഘർഷവും ഒന്നും തള്ളക്കൂടാത്ത സാഹചര്യമൊക്കെ ഉണ്ടായി. എന്താണെങ്കിലും ആ പ്രതിഷേധത്തിന് ഒടുവിൽ ഇപ്പോൾ കാര്യങ്ങൾ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി, കോൺഗ്രസ് എടുത്ത നിലപാടിന് അനുകൂലമായി ദില്ലി പോലീസിന് നിലപാട് സ്വീകരിക്കേണ്ടി വന്നു. ഈ വിദ്യാർത്ഥിയുടെ പരാതിയിൽ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതിൽ വകുപ്പുകളുമായി ബന്ധപ്പെട്ട അവസാനവട്ട ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും വലിയ രാഷ്ട്രീയ നേട്ടം, വലിയ ആഹ്ലാദത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ഉള്ളത്. ശരി, ഏതായാലും രാഹുലിന്റെ പോരാട്ട വിജയം. ഒടുവിൽ കേസെടുത്തിരിക്കുന്നു ദില്ലി പോലീസ് പെല്ലറ്റ് ആക്രമണത്തിൽ എന്നതാണ്. വിദ്യാർത്ഥിക്കും അമ്മയ്ക്കും ഒപ്പം നടത്തിയ 5 മണിക്കൂർ നീണ്ട സമരത്തിനൊടുവിൽ സാഹിൽ ലോച്ചാബിന്റെ പരാതിയിൽ FIR ഇട്ടിരിക്കുകയാണ്.